പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും ഈ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെ ഏവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച്, ആത്മാവിന്റെ ശക്തിയാൽ നിറച്ച്, സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം, സൗഖ്യം, വിടുതൽ, വിമോചനം, വലിയ സ്വർഗീയ സഹായം, ശക്തി എല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉന്നതമായ അഭിഷേകം പ്രാപിക്കാനുള്ള വലിയ ഒരുക്കത്തില് 7-ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളില്, ജീവിതത്തില്, കുടുംബത്തില് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ആവശ്യകത അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വചനം ഈശോ പറഞ്ഞത് നമുക്ക് സുപരിചിതമാണ്. ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നമ്മിൽ വസിക്കുന്ന ആത്മാവ് നമ്മുടെ ശരീരത്തിന്, സ്വഭാവത്തിന്, നോട്ടത്തിന്, ഇവൻ കേൾവിക്ക് പോലും ഒരു ജീവൻ തരും. അതുപോലെ ഒപ്പം തന്നെ നമ്മുടെ മക്കളിൽ വസിക്കുന്ന ആത്മാവ്, നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്ന ആത്മാവ്, നമ്മുടെ കുടുംബാംഗങ്ങളിൽ വസിക്കുന്ന ആത്മാവ്, അതേതാണോ അതിനനുസരിച്ച് സ്വഭാവം, സംസാരം എല്ലാം ഉണ്ടാവും. ഹോസിയ പ്രവാചന പുസ്തകത്തില് 5-ാം അധ്യായത്തിൽ 4-ാം വചനം പറയുന്നുണ്ട്, തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു വരുവാൻ അവരുടെ പ്രവൃത്തികൾ തന്നെ അവരെ അനുവദിക്കുന്നില്ല. എന്തെന്നാൽ വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു, വസിക്കുന്നു. അപ്പൊ ഏത് ആത്മാവാണ് വസിക്കുന്നത്, ആ ആത്മാവ് അവനെ തടസ്സപ്പെടുത്തും, അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കും. പള്ളി പോകാൻ മനസ്സില്ല, പള്ളിയില് പോവില്ല, ദൈവത്തിന്റെ അടുത്തേക്ക് വരില്ല, ദൈവികമായ കാര്യങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ ഓർത്തോണം, ഈ കൊച്ചില് ഏതോ ഒരു ദുരാത്മാവ് കയറിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവുള്ള മക്കള് ദേവാലയത്തിൽ പോകാൻ താല്പര്യം, പ്രാർത്ഥിക്കാൻ താല്പര്യം, പഠിക്കാൻ താല്പര്യം, വിശുദ്ധിയിൽ ജീവിക്കാൻ താല്പര്യം, അതോടൊപ്പം തന്നെ പാപം ചെയ്യാൻ, അനുസരിക്കാതിരിക്കാൻ, പള്ളി പോകാതിരിക്കാൻ അവർക്കൊരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രവൃത്തികളെ നോക്കിയാൽ മതി. അനുസരിക്കാത്ത മക്കള് അപ്പോർത്തണം, അനുസരണക്കേടിന്റെ ഒരു ദുരാത്മാവ് ആ കുഞ്ഞിലുണ്ട്. പള്ളിയിലേക്ക് പറഞ്ഞ് വിടാൻ നോക്കിയാലും പോകാത്ത മക്കൾ, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, വചനം വായിക്കത്തില്ല, വിശുദ്ധിയിൽ ജീവിക്കത്തില്ല, പഠിക്കത്തില്ല, അല്ലെങ്കിൽ നല്ല പുസ്തകം വായിക്കത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഓർത്തേക്കണം, ഈ മക്കളില് വേണ്ടാത്ത അരൂപികൾ കയറിപ്പറ്റിയിരുന്നു. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളാരെന്നാ പറഞ്ഞ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. വേറെ ഒരു ആത്മാവും മക്കളെ, നമ്മയോ നമ്മുടെ മക്കളെയോ നമ്മുടെ കുടുംബത്തെയോ നയിക്കാൻ പാടില്ല. അപ്പൊ നമ്മള് ഈ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു അഭിഷേക സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ സാന്നിധ്യം നമ്മുടെ മക്കളെ ഏറ്റെടുക്കണം, നമ്മുടെ കുടുംബത്തെ ഏറ്റെടുക്കണം, നമ്മുടെ കുടുംബാംഗങ്ങളെ ഏറ്റെടുക്കണം, നമ്മളെ ഏറ്റെടുക്കണം. ഈ ആത്മ പകർച്ച, ഈ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവും ഒരു പകർച്ചയും സംഭവിക്കുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തില് വലിയ മാറ്റമുണ്ടാവും. ഞാൻ ഈ വിടുതലിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിൽ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളിൽ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിറയുമ്പോൾ
മറ്റ് എല്ലാ ആത്മാക്കളും നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ വിട്ടു. മദ്യപാനത്തിന്റെ ദുരാത്മാവ്, കലഹത്തിന്റെ ആത്മാവ്, വാശിയുടെ ആത്മാവ്, ഭയത്തിന്റെ ആത്മാവ്, തോൽവിയുടെ ആത്മാവ്, തടസ്സപ്പെടുത്തുന്ന ആത്മാവ്, ഈ ആത്മാക്കളൊക്കെ വ്യഭിചാര ദുർഭൂതം, മിശ്രവിവാഹം, പിന്നെ അതോടൊപ്പം തന്നെ ആഭിചാരത്തിലൂടെ വന്നത്, മന്ത്രവാദത്തിലൂടെ വന്നത്, കൂടോത്രത്തിലൂടെ വന്നത്, വശീകരണ യന്ത്രങ്ങളിലൂടെ വന്നത്, ഹലാലിലൂടെ കയറി പറ്റിയത്, അങ്ങനെ പല പല ആത്മാക്കള് നമ്മിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും, അതോടൊപ്പം തന്നെ എതിർ പ്രാർത്ഥനകള്, ശാപങ്ങള്, പ്രാക്കുകള്, അതിലൂടെയൊക്കെ വന്ന ആത്മാക്കളുണ്ട്. ഇതെല്ലാം വിട്ടുപോകാൻ ഒറ്റ വഴിയുള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണം. പരിശുദ്ധാത്മാവ് വന്ന് നിറയണം. ഞാനതാ പറയാ, പ്രകാശം വന്ന് നിറയുമ്പോ അന്ധകാരം താനേ മാറിപ്പോയിക്കൊള്ളും. അന്ധകാരമേ മാറിപ്പോ, അന്ധകാരമേ മാറിപ്പോ എന്ന് പറഞ്ഞ് നമ്മൾ ഒച്ച വയ്ക്കണ്ട. പരിശുദ്ധാത്മാവ് നിറയുമ്പോ, പ്രകാശം നിറയുമ്പോ മറ്റാത്മാക്കൾ വിട്ടുപോയിക്കൊള്ളും, അന്ധകാരം താനെ മാറിപ്പോയിക്കൊള്ളും. അപ്പൊ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് നമ്മൾ നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ വീടിന് വേണ്ടി, നമ്മുടെ ജോലി, ബിസിനസ്, പഠനം, എല്ലാ മേഖലകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ആത്മാവ് നിറഞ്ഞാൽ മദ്യപാന ദുരാത്മാവ് പോയാൽ പിന്നെ ഫ്രീ ആവും. നമുക്കറിയാലോ, മഗ്ദല മറിയത്തിൽ നിന്ന് 7 പിശാചുകൾ പുറത്തു പോവുകയും കർത്താവിന്റെ ശക്തിയും ആത്മാവും ക്ഷമയും അവളിൽ നിറയുകയും ചെയ്തപ്പോ അവൾ പിന്നെ വ്യഭിചരിക്കാൻ പോയിട്ടില്ല. കർത്താവിനെ അനുഗമിച്ചു, കർത്താവിന്റെ പിന്നാലെ, കർത്താവിനെ കുറിച്ച് ചുവട്ടിൽ, കർത്താവിന്റെ കല്ലെറിയുങ്കൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പ്രത്യക്ഷപ്പെടത്തക്ക വിധം അവൾ കർത്താവിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇതുപോലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഉപദേശം കൊണ്ട് കാര്യമില്ല, കൗൺസിലിംഗ് കൊണ്ട് കാര്യമില്ല, കരഞ്ഞ് കാണിച്ചിട്ടും കാര്യമില്ല. ആത്മാവ് മാറണം. ആത്മാവ് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം. അപ്പൊ അതിനുവേണ്ടി മക്കളെ തീക്ഷ്ണമായിട്ട് 7-ാം ദിനത്തില് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ജപമാലകള് കരുണ കൊന്ത ദിവ്യകാരണ സന്നദ്ധിയില് ഈ ഒരു നിയോഗത്തിന് വേണ്ടി അതിശക്തമായി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും, നിയന്ത്രിക്കും, നിറയും. പിന്നെ നമ്മൾ മറ്റൊരു മനുഷ്യരായിട്ട് മാറും. സാവൂള് നമ്മൾ കണ്ടു, മറ്റൊരു മനുഷ്യരായി നമ്മൾ മാറും. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് മാറിക്കഴിഞ്ഞാൽ സാവൂൾ എന്ന് പറ്റിയ ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി. ദൈവം അയച്ച ദുരാത്മാവ് അവനിൽ കയറി. ദാവീദിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ അവന് വന്ന മാറ്റം. പിന്നെ ആ വ്യഭിചാര ദുർഭൂതം കയറിയപ്പോ അവന്റെ കുടുംബത്തിൽ സംഭവിച്ച നാശം, വ്യഭിചാരം, കൊലപാതകം, മദ്യപാനം, ചതി, ആത്മാക്കൾ കയറി പാപത്തിലൂടെ എല്ലാം, അതിലൂടെ ആ കുടുംബം തന്നെ നശിച്ചുപോയി. സോളമനും അത് പറ്റിയ അവസാനം ഈ ആത്മാവ് അവനെ നശിപ്പിച്ചു കളയുന്നു. ലാസ്റ്റ് വ്യഭിചാര ദുർഭൂതം. പ്രിയപ്പെട്ട മക്കളെ, ആത്മാക്കളെ സൂക്ഷിക്കുക, ആത്മാക്കളെ ശ്രദ്ധിക്കുക. നമ്മെ നയിക്കേണ്ടത്, നമ്മിൽ നിറയേണ്ടത്, നമ്മുടെ മക്കളിലെ കുടുംബത്തില് നിറഞ്ഞ് നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. അതിനുവേണ്ടി തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വലിയ സാന്നിധ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത്, അങ്ങയുടെ വലിയ ശക്തി പ്രകടമാക്കി ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കാനും ഞങ്ങളെ വഴി നടത്താനും ഞങ്ങളെ സംരക്ഷിക്കാനും വേണ്ടിയാണല്ലോ. ആ വലിയ സ്നേഹത്തിലേക്കും സാന്നിധ്യത്തിലേക്കും ഈശോയെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ അഭിഷേകത്താലും വരദാന ഫലങ്ങളാലും നിറച്ച് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ്, ഇന്ന് ഞങ്ങള് അങ്ങയുടെ കൂടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങേണ്ടതിന്റെ വലിയ ആവശ്യകത അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടേണ്ട മക്കളാണ്. പരിശുദ്ധാത്മാവല്ലാത്ത മറ്റൊരാത്മാവും ഞങ്ങളെ നയിക്കാനോ നിയന്ത്രിക്കാനോ പാടില്ല. എന്നാൽ കർത്താവ്, ഞങ്ങളുടെ പാപത്തിലൂടെ ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളില്, ജോലി മേഖലകളില്, സാമ്പത്തിക മേഖലകളില് ഒത്തിരിയേറെ മറ്റരൂപികള് കലഹത്തിന്റെ, വാശിയുടെ, ജഡികാസക്തിയുടെ, വ്യഭിചാരത്തിന്റെ, മദ്യപാനത്തിന്റെ, അനുസരണക്കേടിന്റെ, അങ്ങനെ 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 നോക്കുമ്പോൾ
ആഭിചാര്യ മന്ത്രവാദ കൂടോത്ര ഹലാലിന്റെ ദുർമന്ത്രവാദത്തിന്റെ എതിർ പ്രാർത്ഥനകളുടെ ശാപത്തിന്റെ ഒത്തിരിയേറെ ആത്മാക്കൾ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന സത്യം ഞങ്ങൾ അറിയുന്നു. ഈശോയെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ മറ്റാത്മാക്കൾ വിട്ടുപോകുന്ന വലിയൊരു വിടുതല്, വിമോചനം, വലിയ സ്വാതന്ത്ര്യം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ ആത്മാവിനെ അതുപോലെ ഞങ്ങളിലേക്ക് അയക്കണമേ, അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ, അതുപോലെ ഞങ്ങളുടെ മക്കളിലേക്ക് അയക്കണമേ, അതുപോലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു, വലിയ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഫിനഹസ് ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഇന്ന് കുമ്പസാരത്തിന്റെ ദിവസമാണ്. നമ്മുടെ മക്കൾ നന്നായിട്ട് കുമ്പസാരിക്കാനും പിശാചിന് അവകാശം കിട്ടിയ പാപങ്ങളെ വിട്ടുപേക്ഷിക്കാനും ഇന്ന് പാപപരിഹാര ബലിയർപ്പിച്ച് കർത്താവിനെ സ്വന്തമാക്കി നാളെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നിറയപ്പെട്ട് കരുത്തുള്ള മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറണം. അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. അനുതാപത്തിന്റെ, മാനസാന്തരത്തിന്റെ, പിശാചിന് അവകാശം കിട്ടിയതിന്റെ എല്ലാ പാപങ്ങളെയും, പാപകരമായ ശീലങ്ങള്, ദുശീലങ്ങള്, തർക്കദോഷങ്ങള്, കൂട്ടുകെട്ടുകള്, സ്നേഹബന്ധങ്ങള് എല്ലാം വിട്ടുപേക്ഷിക്കാനും നമ്മുടെ മക്കൾക്ക് സാധിക്കണം. അതിന് പറഞ്ഞില്ലേ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല. ശക്തമായിട്ട് പ്രാർത്ഥിക്കണേ. സാധിക്കുന്ന മക്കൾ ഇന്ന് ഉപവാസം എടുത്തൊക്കെ പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി. നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അഭിഷേക ശക്തിയും വിടുതലും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ ലഭിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 7-ാം ദിവസത്തിൻ്റെ ഉന്നതമായ ചൈതന്യത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ മക്കളിലും നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങൾ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ വചനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ ഞങ്ങളുടെ മക്കളെ നടത്തുകയും ചെയ്യണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സമാധാനത്തിന്റെ ശീതള ഛായയിൽ ഞങ്ങളെ നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിന്റെ ശൂന്യത മാറ്റി ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥതയും മാർഗവുമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയ മക്കളെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. പിശാചിന്റെ
അടിമത്തത്തിലും സാന്നിധ്യത്തിലും അവകാശത്തിലും അധികാരത്തിലും പെട്ടുപോയ മക്കളെ പരിശുദ്ധാത്മാവേ അങ്ങയുടെ സാന്നിധ്യത്താൽ വിടുവിച്ച് അങ്ങയുടെ അധികാരവും അങ്ങയുടെ ശക്തിയും അങ്ങയുടെ ആധിപത്യവും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും അങ്ങ് പ്രകടമാക്കണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ഐക്യത്തിന്റെ നിദാനമായ പരിശുദ്ധാത്മാവേ അകന്ന് പോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളെയും കൂട്ടുകെട്ടുകളെയും അങ്ങ് നയിക്കുകയും ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. വലിയ വിശ്വാസത്തോടെ വലിയ സ്നേഹത്തോടെ കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെടാൻ, പരിശുദ്ധാത്മാവ് അതുപോലെ നിറയപ്പെടാൻ മറ്റൊരാത്മാക്കളും നമ്മെയോ നമ്മുടെ മക്കളെയോ നമ്മുടെ കുടുംബത്തെയോ നയിക്കാനോ നിയന്ത്രിക്കാനോ ഇടയാകാത്ത വിധം പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ വീടിന്റെ, മണ്ണിന്റെ, ബിസിനസിന്റെ, പൗരോഹിത്യത്തിന്റെ, ശുശ്രൂഷയുടെ എല്ലാത്തിൻ്റെയും നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി ശക്തി പ്രകടമാക്കി പരിശുദ്ധാത്മാവല്ലാത്ത എല്ലാ ആത്മാക്കളെയും ബഹിഷ്കരിച്ച് പുറത്താക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ നന്ദി കർത്താവേ, ഞങ്ങൾക്ക് നൽകുന്ന യഥാർത്ഥ വിടുതലിനെ ഓർത്ത്, വിമോചനത്തെ ഓർത്ത്, അഭിഷേകത്തെ ഓർത്ത്, ശക്തീകരണത്തെ ഓർത്ത് നന്ദി കർത്താവേ. നന്ദി ഈശോയെ, നന്ദി പരിശുദ്ധാത്മാവേ.